എവിടെയാണോ പോണത്, എനിവേർ എവിടെയാണെങ്കിലും തിരിച്ചു വരുന്നവരെ ഒരു ഹറാമും കാണൂലെന്ന് സ്ട്രോങ് തീരുമാനം എടുക്കുക. ഒരു ഹറാമും കാണൂല. അപ്പൊ ഒരു പെണ്ണാണെങ്കിൽ വേറൊരാൾക്ക് ഹറാമ് കാണും വിധത്തിൽ എൻ്റെ ശരീരം പ്രദർശിപ്പിക്കൂല എന്നുകൂടി അതിനോട് ആഡ് ചെയ്യണം. ഹിജാബ് ഇട്ടാൽ പുറത്തിറങ്ങാം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? നമ്മുടെ മതത്തിൽ നിയമമില്ല. പിന്നെ പുറത്തിറങ്ങൽ നിർബന്ധമാകുന്ന സാഹചര്യത്തിലൊക്കെ ഹിജാബ് ഇടണം എന്നാണ് നിയമം. അല്ലാണ്ട് പുതിയ ഹിജാബ് വാങ്ങി അതുകൊണ്ട് പുറത്തിറങ്ങണം എന്നല്ല നിയമം. പിന്നെ ഇടയിൽ പറയാനുള്ളത് സഖാഫിന്റെ ഭാര്യക്ക് പറഞ്ഞ നിയമമല്ല ഹിജാബ്. മുസ്ലിമത്താണെങ്കിൽ ആ പെണ്ണ് ഹിജാബ് ധരിച്ചിരിക്കണം. നമ്മളെ രാജ്യം സെക്കുലർ മതേതര രാജ്യമാണ് എന്ന് പറയാണ്. എന്നിട്ട് മതേതരത്വം പഠിക്കേണ്ട കലാലയത്തിൽ നിന്ന് ഹിജാബ് ഇടാൻ പാടില്ല എന്ന് പഠിക്കണമെങ്കിൽ ഈ കുട്ടി കിടന്ന് ഇത് പഠിക്കേണ്ട. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ്. പഠിക്കുന്ന കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരെയും ആ കുട്ടി കാണുന്നില്ല എന്നുള്ളതാണ്. മദർസീന്ന് കുട്ടി പഠിക്കുകയാണ് കാന യക്റഹുൽ ഖസ്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുടി കുറച്ച് മുറിച്ചിട്ട് കുറച്ച് ബാക്കി വെക്കുന്നതിനെ ഇഷ്ടപ്പെടാത്ത ആളാണ്, വെറുത്ത ആളാണ്. അങ്ങനെ പാടില്ല അല്ലേ എന്ന് വിചാരിച്ച് ആ കുട്ടി പഠിച്ച് ബൈഹേട്ട് ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യൂല എന്ന് തീരുമാനിച്ച് നല്ല തീരുമാനത്തിലേക്ക് എത്തി. ആ 9ാം ക്ലാസ്സിലെ മോന് മദ്രസയിൽ നിന്ന് വിട്ടിട്ട് വീട്ടിലെത്തുമ്പോൾ ഇക്കാക്കൻ്റെ മുടി അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞതാ ശരി, ഇക്കാക്കൻ്റെ ലൈഫാണോ ശരി? കണ്ടോ, ഫാത്തി വലുതായിനെ, ഐഷു വലുതായിനെ കേട്ടോ. ശരീരം ഫുൾ മറച്ചിട്ടേ ഇനി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ. ഫാത്തിമ ബീവിയൊക്കെ വഫാത്തിൻ്റെ തലേന്ന് തന്നെ ആദ്യം വസിയത്ത് ചെയ്തിരുന്നു, നാളെ എന്നെ കബറടക്കിയാൽ രാത്രി കബറടക്കിയാൽ മതി എന്ന ചരിത്രം മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു കുട്ടി ശരിയാണല്ലേ എന്ന് ചിന്തിച്ചിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മത്സ്യവില്പന നടത്തുന്ന ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന പണിക്കാരനോട് ഉമ്മ എന്തെല്ലാം കണ്ടിട്ട്. അപ്പൊ ഈ കുട്ടി വിചാരിക്കൂ എന്തിപ്പോ ശരി, ഏതാ ശരി? ഇപ്പോ ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം. കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ്. സ്കൂളിൽ നിന്ന് സാറ് പറയാണ് സ്ക്രീൻ അഡിക്ഷൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഞാനില്ല. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് ജ്യേഷ്ഠൻ റൂമിൽ നിന്ന് എന്താക്കും നോക്കുകയാണെങ്കിൽ ഫോൺ. അനുജനെങ്ങാനും നമ്മൾ ഇപ്പോഴത്തെ പുതിയ ജ്യേഷ്ഠന്മാരുടെ അടുത്തേക്ക് വന്നാൽ അനുജനോട് കണ്ടാ മൃഗമായിരിക്കും കേട്ടോ. എന്താടാ ഇത് പോളോ എന്തെന്നാണ് ഈ പറയേണ്ടത്? ഈ കുട്ടികൾ എവിടുന്ന നല്ല കൾച്ചർ പഠിക്കേണ്ടത്? സംഭവം അക്ഷരങ്ങൾ കൊണ്ട് ജീവിതം പഠിക്കുമോ? കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ് കുട്ടികൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പാരന്റിങ് മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏരിയ അതാണ്. നല്ലത് പഠിക്കാനുള്ള